നമുക്കാരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനം ആസ്പദമായി പഠിക്കുമ്പോൾ വളരെ അനേകം കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനേകരിന്ന് പഠിപ്പിക്കുന്നു വീണ്ടും ജനനം വേണ്ട, അതായത് സ്നാനപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടും പല ഇടങ്ങളിലും പല പ്രസംഗങ്ങളിലും ഇന്ന് വേണ്ട എന്നുള്ള ഒരു വലിയ ഇതിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് വീണ്ടും ജനിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ട ഒരു പ്രധാനമായ ഘടകമാണോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കും. അപ്പം നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്താണ്? പുതിയ ആത്മാവിന്റെ ജനനം എന്നാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ ആത്മാവിന്റെ ജനനം, അതായത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം പുതുജനനം എന്ന് പറയുന്നത് ആത്മാവിന്റെ ജനനം എന്ന വിഷയമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. യേശു കർത്താവിനോട് പറയുകയാണ്. ആരോട്? നിക്കോദിമോസിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയാണ് നിക്കോദിമോസ് എന്ന് 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അദ്ദേഹം രാത്രിയിലാണ് കർത്താവിനെ കാണാനായിട്ട് വരുന്നത് എന്ന് ആ രംഗത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു അവനോട് എന്താണ് പറയുന്നത്? ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പുതിയ ജനനം അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾ ആയിട്ടാണ് യേശുക്രിസ്തു അത് നിക്കോദിമോസിനോട് പറയുന്നത്. അവൻ നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനാണ്, പരിച്ഛേദന ചെയ്ത യഹൂദനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന കാര്യം പുതിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ന്യായ പ്രമാണത്തിലെ നിയമങ്ങളൊക്കെ അനുസരിച്ചാൽ ദൈവവചനം എന്താണ് കറക്റ്റാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം നിക്കോദിമോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നത്. യേശുക്രിസ്തുവിന് മനസ്സിലായി ഇവൻ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്നുണ്ട്, പക്ഷെ അത് പോരാ, കാര്യങ്ങളൊക്കെ ശരിയാണ്, എല്ലാം അനുസരിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന കുറവ് പറയുന്ന എന്താണ്? ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അപ്പോ അവന്റെ തെറ്റ് കർത്താവ് പറയുകയാണ്.
എന്നെ വന്നു കണ്ടു, സംസാരിച്ചു, എന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമാണ് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന. ആമേൻ ആമേൻ, അപ്രകാരമാണ് സത്യം. ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ അപ്രകാരമാണ് സത്യം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പുതിയതായി ജനിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യത്തിൽ കിടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നിക്കോദിമോസിനോട് പറയുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിക്കോദിമോസ് അവരോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ്. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധിയിൽ വന്നൊരു ചോദ്യമാണ്. എന്താണ്? മനുഷ്യൻ വൃദ്ധനായ ശേഷം ഇനി ജനിക്കുമോ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ ഇനി ജനിക്കാനോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഭൂമിയിലെ ജനനത്തെ കുറിച്ചായിരിക്കാം പറയുന്നത് എന്നാണ് നിക്കോദിമോസ് വിചാരിക്കുന്നത്. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിക്കുന്നത്. 5-ാം വാക്യത്തിലേക്ക് പറയുകയാണ്. 5-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു. അതിന് യേശു കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. അപ്പം വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്താ പറഞ്ഞു? വെള്ളത്താലും ജനിക്കണം, ആത്മാവിനാലും ജനിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, യേശുക്രിസ്തു ജലത്തിൽ സ്നാനമേറ്റത് എന്താണ്? അത് മാതൃകയൊന്നുമല്ല, അത് യഹൂദനോട് മാത്രം ചെയ്യാൻ പറഞ്ഞ കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും കർത്താവ് അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ ഇത് യഹൂദനോട് മാത്രമായിട്ടല്ല കർത്താവ് പറയുന്നത്. അവിടെ അതിന്റെ താഴ്ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ആർക്കും കഴിയുകയില്ല, ദൈവരാജ്യത്തിൽ കിടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, ഏത് ജാതീയനാകട്ടെ, അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അവൻ പ്രധാനമായിട്ടും സ്വീകരിച്ചു എങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ആശ്ചര്യപ്പെടുവാനും പാടില്ല എന്നും അവിടെ കർത്താവ് ആരോട് പറയുകയാണ്? നിക്കോദിമോസിനോട് പറയുന്ന കാഴ്ചയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പുതിയ ജനനം, അതായത് ദൈവവചനം അനുശാസിക്കുന്ന പുതുജനനം, അത് പ്രാപിക്കേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് നിക്കോദിമോസിനോട് ഓർമ്മിപ്പിക്കുന്നത്. ആർക്കും കിടക്കാൻ പറ്റുകയില്ല. അത് യഹൂദനോട് മാത്രമല്ല, ചില പറയുന്നത് നിക്കോദിമോസിനോട് മാത്രം പറഞ്ഞ, അല്ലെങ്കിൽ യഹൂദനോട് മാത്രം പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ആർക്കും കിടക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ജലത്താൽ ജനിച്ചില്ലെങ്കിൽ ആർക്കും എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് പോലും. ഈ യഹൂദൻ എന്ന് പ്രത്യേകം എഴുതിയനായിരുന്നു. യഹൂദന് മാത്രമേ അത് പറ്റത്തുള്ളായിരുന്നു. യഹൂദന് മാത്രമുള്ള നിയമമായിരുന്നെങ്കിൽ അത് കർത്താവ് പ്രത്യേകം അവിടെ പറഞ്ഞു ചേർത്തേനമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആർക്കും കിടക്കാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നുള്ള കാര്യമാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ വീണ്ടും ജനനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചതെന്ന്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പൊ നമ്മളൊക്കെ ദൈവവചനത്തിൽ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളൊക്കെ പിശാചിന്റെ മക്കളാണ്. അപ്പൊ പിശാചിന് ഇഷ്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ കർത്താവ് പലപ്പോഴും യഹൂദന്മാരോടൊക്കെ പറയുമ്പോൾ, എല്ലാവരോടും പറയുമ്പോൾ അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ആദാമിന്റെ സന്തതിയെല്ലാം എന്താണ്? പിശാചിനെ അനുസരിച്ച് വളർന്നു വന്നവരാണ്, അല്ലെ? ഏതൻ മുതൽ നമ്മൾ ഇവിടം വരെ ചിന്തിക്കുമ്പോൾ എല്ലാം പിശാച് പറയുന്നത് മാത്രമാണ്. ദൈവത്തിന്റെ ഒരു കൽപ്പന പോലും അനുസരിക്കുന്നത് വളരെ ചുരുക്കമല്ല. അനുസരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പലരും. എന്തായാലും മോശയ്ക്ക് തെറ്റ് സംഭവിച്ചു, അല്ലെ? എത്രയധികം
കാരണം ദൈവത്തെ വിളിച്ചിരുന്ന എത്രയോ ആളുകൾ പൂർണ്ണരാണെന്ന് പറയുവാൻ കഴിയും. പൂർണ്ണനായിരുന്നുവെങ്കിൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയില്ലായിരുന്നു. മനുഷ്യൻ പൂർണ്ണനല്ല. ആ കാര്യവുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി ചിന്തിക്കുമ്പോൾ വീണ്ടും ജന്മം എന്താണ്? ആത്മീയ ദർശനം, അതായത് ആത്മീയ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷികമായ ഘടകമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അതായത് ആത്മീയ ജീവിതം, അത് തന്നെയാണ് യേശുക്രിസ്തു ആരോട് ഓർമ്മിപ്പിക്കുന്നത്? നിക്കോദിമോസിനോട് ഓർമ്മിപ്പിക്കുന്നത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലുള്ള ജീവിതം എന്താണ്? ആത്മീയ ജീവിതമാണ്. അത് ആത്മീയ കൂട്ടായ്മയാണ്. ആ ആത്മീയ കൂട്ടായ്മയിലേക്ക് വരണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പുതുതായി ജനിച്ചെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ എന്ന് നിക്കോദിമോസിന് 3:3 യോഹന്നാൻ സുവിശേഷം 3:3 വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയാകണമെങ്കിൽ എന്താണ്? 2 കൊരിന്ത്യർ അതിന്റെ 5:17 പറയുന്നത് ഇങ്ങനെയാണ്: പുതിയ സൃഷ്ടി, അതായത് വീണ്ടും ജനിച്ചാൽ മാത്രമേ പുതിയ സൃഷ്ടിയാകത്തുള്ളൂ. 2 കൊരിന്ത്യർ 5:17 വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:17 രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയുന്നു. അതോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ പുതിയ സൃഷ്ടിയാണെങ്കിൽ എന്താണ്? ക്രിസ്തു പറയുന്നത് അനുസരിക്കണം. ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിച്ച് പുതിയതായി ജനിക്കണം. അപ്പം ക്രിസ്തു എന്നുള്ളതാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചെന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ എന്താണ്? അവൻ പുതിയ സൃഷ്ടി ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഇത് പുതിയ സൃഷ്ടിയാകുന്ന ഒന്നാണ്. പഴയത് കഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ പഴയത് ഇനിയില്ല, പുതിയ സൃഷ്ടിയായി മാറുന്നതാണ് പുതുജന്മത്തിൽ അല്ലെങ്കിൽ വീണ്ടും ജന്മത്തിലൂടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇത് രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പൊ കരുണപ്രകാരം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അവന് വേണ്ടി അത് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ തന്നെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിക്കണം: നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, പുനർജന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയും. നമ്മൾ വളരെ വ്യക്തമായിട്ട് പുനർജനന സ്നാനം. അപ്പൊ പുനർജനന സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്നവർ എന്താണ്? വളരെയധികം ദുരുപദേശമാണ് പറയുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു പുനർജനന സ്നാനം കൊണ്ടും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് 1:18 നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1:18 നമുക്ക് കാണാൻ കഴിയുന്നു. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടത് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സത്യത്തിന്റെ വചനത്താൽ എന്ത് ചെയ്തേക്കാണ്? നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 1:13 നമ്മൾ വായിക്കുമ്പോൾ 1 പത്രോസ് 1:13 നമുക്ക് കാണാൻ കഴിയുന്നു. 1 പത്രോസ് 1:13 നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർന്നതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ
വെച്ചുകൊള്ളുവീൻ എന്ന് അവിടെ കാണുന്നു. 1:3 1:13 1:3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1:3 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. എന്താണ് 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? അന്ത്യകാലത്ത് വെളിപ്പെടാനൊരുങ്ങിയ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വീണ്ടും ജനനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനത്താൽ ഇത് സംഭവിക്കുന്നു. 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 1 യോഹന്നാൻ 2:29 നമ്മൾ വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 2:29 നമ്മൾ വരുമ്പോൾ 2:29 എഴുതിയിരിക്കുകയാണ്, അവൻ നീതിമാൻ എന്നും നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് അവിടെ കാണുന്നു. അതുപോലെ തന്നെ 3:9 വായിക്കുമ്പോൾ, അതേ അധ്യായത്തിന്റെ 3:9 വായിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4:17 നമ്മൾ വരുമ്പോൾ, 4:17 വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് വീണ്ടും ജനനം? വളരെ ആവശ്യകതമായ ഒരു കാര്യമാണ്. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നടക്കുന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോരുത്തരും ഓരോരുടെ പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. എന്നാൽ ഇനിയും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.